നമസ്കാരം, എൻ്റെ പേര് ടിൻസോ. ദിസ് ഈസ് ടിൻസോ ബ്രോ ടോക്സ്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, പ്രൊഡക്ടിവിറ്റി മേഖലകളിലെ നല്ല വാല്യൂബിൾ ആയിട്ടുള്ള കോണ്ടന്റ് ആണ് ഞങ്ങൾ ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ടൈമിന് വാല്യൂ കിട്ടും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഞാൻ ഈ വീഡിയോയിൽ ഹൗ ടു ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് എന്ന ടോപ്പിക്കിനെ പറ്റി 12 പോയിന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നത്. 2025 സ്ട്രോങ് ആയിട്ട് തുടങ്ങാനും 2025 പ്രോബബിളി നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ആയിരിക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. അപ്പോൾ പെൻ ആൻഡ് പേപ്പർ റെഡിയാക്കി വെച്ചോളൂ. നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് കടക്കാം. പോയിന്റ് നമ്പർ 1, വളരുവാൻ വായിക്കുക. റീഡ് ഫോർ ഗ്രോത്ത്. നമ്മൾ പലർക്കും പുസ്തകങ്ങൾ അലർജി ആയിട്ടുള്ള ആളുകളാണ്, പലർക്കും വായിക്കുവാൻ ഇഷ്ടമല്ലാത്ത ആളുകളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് തന്ന ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ പാരൻസും നമ്മളെ ഫോഴ്സ്ഫുള്ളി വായിക്കുവാൻ പ്രേരിപ്പിക്കുകയും അത് വെച്ച് നമ്മളെ ഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കും നമ്മളിൽ പലരും എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലൂടെ നമ്മൾ വളർന്നു വന്നത്. ഞാനും അത്തരത്തിലുള്ള ഒരു ആളായിരുന്നു. എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ അധികം താല്പര്യമില്ലാത്ത ഒരു ആളായിരുന്നു. അക്കാഡമിക് പുസ്തകങ്ങൾ തന്നെ വായിച്ചതിന് ശേഷം അൺഅക്കാഡമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാനോ അതിനുവേണ്ടി ടൈമും എഫിഷ്യൻസിയും എനർജിയും ഇൻവെസ്റ്റ് ചെയ്യാനും എനിക്ക് യാതൊരുവിധ താല്പര്യമില്ലായിരുന്നു. ഇവൻച്വലി ജീവിതത്തിൽ കുറച്ച് മെച്യൂരിറ്റി വന്നതിന് ശേഷം എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള കുറേ അധികം ആളുകൾ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ട് നല്ല നല്ല അനാലിസിസ് നടത്തി നല്ല നല്ല കാര്യങ്ങൾ പ്രസന്റ് ചെയ്തതിന് ശേഷം ഞാനും പയ്യെ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് പയ്യെ എത്തി തുടങ്ങി. പയ്യെ ഞാനും വായിക്കുവാൻ തുടങ്ങി. വായിച്ചതിന് ശേഷമാണ് പയ്യെ ആ ഇഷ്ടം എത്തിപ്പെട്ടതിന് ശേഷമാണ് വളരെ അധികമായിട്ടുള്ള നോളജ്. ഒത്തിരി യൂട്യൂബ് വീഡിയോസ് കാണുന്നതിലും അല്ലെങ്കിൽ ടിക്ടോക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കണ്ട ഒരു ടോപ്പിക്കിനേക്കാളും നമുക്ക് ഒരു പുസ്തകത്തിൽ നിന്നുള്ള അറിവ് കിട്ടുമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. അതിനുവേണ്ടി ഞാൻ കണ്ടെത്തിയ ഒരു സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ ഹാക്കാണ്. വായിക്കാൻ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് വായിക്കണമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സിനെ പറ്റി പയ്യെ വായന തുടങ്ങുക. ഒരു ദിവസം 15 മിനിറ്റൊക്കെ മാത്രമാക്കുക. അതിനുശേഷം അത് 20 മിനിറ്റിലേക്ക് ആക്കുക, 30 മിനിറ്റിലേക്ക് ആക്കുക. നിങ്ങൾക്ക് 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഇത് ചെയ്യുക. നിങ്ങൾക്ക് പയ്യെ വായന ഇഷ്ടമാകും. അത് ഒരു ശീലമാകും. അതൊരു ടാസ്ക് അല്ലാണ്ടാകും. നിങ്ങൾക്ക് വേറെ സബ്ജക്റ്റിലേക്ക് വഴി എത്തിപ്പെടാനും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിൻ്റെ ഒരു ഫൗണ്ടേഷണൽ പില്ലർ ആകാനും റീഡിങ് നിങ്ങളെ സഹായിക്കും. ഞാൻ തീരെ ബുക്ക് വായിക്കാത്തിരുന്ന ഒരാൾ ഞാനിപ്പോൾ നന്നായിട്ട് എന്നും ബുക്ക് വായിക്കുകയും അതിന് സമ്മറി നോട്ട്സ് എഴുതി വെക്കുകയും എപ്പോഴെങ്കിലും ആ ബുക്കിനെ പറ്റി എന്തെങ്കിലും റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമ്മറി നോട്ട്സിലേക്കാക്കി എൻ്റെ ടാബ്ലറ്റിലും അതുപോലെ തന്നെ ഫോണിലും സൂക്ഷിക്കുകയും ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. ഇതും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ്. നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കാം. മേക്ക് ഫ്രണ്ട്സ്. പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും നല്ല ക്വാളിറ്റി കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്നതും നമ്മുടെ പേഴ്സണൽ ഗ്രോത്തുമായിട്ട് ഭയങ്കരമായിട്ട് ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മുടെ ടൈം, നമ്മുടെ എനർജി, നമ്മുടെ മണി, നമ്മുടെ റിസോഴ്സസ് എല്ലാം നല്ല ഫ്രണ്ട്ഷിപ്സും ക്വാളിറ്റി കണക്ഷൻസും ബിൽഡ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ഇത് ഒരു 2-വേ സ്ട്രീറ്റ് ആണ്. നമ്മൾക്ക് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ അധികം വാല്യുബിൾ ആയിട്ടുള്ള ഇൻപുട്സും ചില സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലിനേക്കാളും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആകാനും നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് തന്നെ എനിക്ക് എൻ്റെ ക്രേസി ഐഡിയാസിനെല്ലാം സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ എൻ്റെ ക്രേസി ഐഡിയാസിനെല്ലാം ക്രിട്ടിസൈസ് ചെയ്യുകയും എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് എനിക്ക് ചെയ്തു തരാറുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ലൊരു ഫൈനാൻഷ്യൽ ഒരു നോളജ് ബിൽഡ് ചെയ്യാനായിട്ട് ചെറിയൊരു കമ്മ്യൂണിറ്റി വരെ ഞങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഈവൻ നാളെ ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുമായിട്ട് നല്ലൊരു ഗെറ്റ് ടുഗദർ വരെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ചുള്ള ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഞങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഞങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നല്ല നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഈ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്. ഇത് നിങ്ങൾക്കും സാധിക്കാവുന്നതാണ്. ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ടൈം, നിങ്ങളുടെ മണി, നിങ്ങളുടെ എഫേർട്സ് നല്ല ക്വാളിറ്റി കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്ത്യയിൽ ഏകദേശം എല്ലായിടത്തും ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ള അഹങ്കരിക്കുന്ന ഒരു ആളാണ് ഞാൻ. അതിനെപ്പറ്റി കൂടെയാണ് അടുത്ത ടോപ്പിക്ക്. അതുമായിട്ട് റിലേറ്റഡ് ആണ്. മൂന്നാമത്തെ ടോപ്പിക്കാണ് ട്രാവൽ ഫാർ. ട്രാവൽ ചെയ്യാനായിട്ട് ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആളാണ് ഞാൻ. എനിക്ക് മെയിൻ ചാനൽ ടിൻസോ ബ്രോ എന്ന് പറയുന്ന ഒരു മെയിൻ ചാനൽ ട്രാവൽ ചാനലായിട്ടാണ് തുടങ്ങിയത്. ഒത്തിരി അധികം ട്രാവലിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ട്രാവലിനെ എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ എൻ്റെ പേഴ്സണൽ ഗ്രോത്തിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അതിനുവേണ്ടി വൗച്ച് ചെയ്യാൻ പറ്റും. നിങ്ങളും ഈ വേൾഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നിങ്ങൾക്ക് പുറത്ത്, അതായത് നിങ്ങൾ എന്നുള്ള കൾച്ചറിന് പുറത്ത് കുറേ അധികം ട്രഡീഷൻസ് ഉണ്ട്, കൾച്ചറുണ്ട്, കുറേ അധികം വ്യൂ പോയിന്റ്സ് ഉണ്ട്, കുറേ അധികം ആളുകളുണ്ട്. കുറേ അധികം ആളുകൾ നിങ്ങളെപ്പറ്റി കെയർ പോലും ചെയ്യുന്നില്ല എന്നും കൂടെ നിങ്ങൾക്ക് ട്രാവലിൽ മനസ്സിലാക്കാൻ പറ്റും. ബി ദ സിറ്റിസൺ ഓഫ് ദ വേൾഡ് എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് ഒരു പൈസ നിങ്ങൾ ഒരു ട്രാവലിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങൾ റിച്ചർ ആവുകയാണ്. ഒരു ടൂറിസ്റ്റ് ആകാതെ ശരിക്കും ഒരു ട്രാവലർ ആകാനും കൂടെ ചില സമയത്ത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പല അധികം കൾച്ചർ, ട്രഡീഷൻസ്, വ്യൂ പോയിന്റ്സ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ട്രാവൽ നിങ്ങൾ ഉപകരിക്കും. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിൻ്റെ വേറൊരു ഫൗണ്ടേഷണൽ പില്ലറായിട്ട് തന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിക്കാൻ ഓരോ യാത്രയ്ക്കും സഹായിക്കും. നിങ്ങളും ട്രാവൽ ഫാർ ചെയ്യുക. ഒത്തിരി അധികം യാത്ര ചെയ്യുക. അതൊരു പ്രയോറിറ്റി ആക്കി വയ്ക്കുക.
നാലാമത്തെ നമ്മുടെ പോയിന്റ് ആണ് സ്കിൽ ബിൽഡിംഗ് എന്നുള്ളത്. നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ ബിൽഡ് ചെയ്യുക, നല്ല നല്ല കോഴ്സസ് എടുക്കുക. അതിപ്പോൾ AI ആയാലും വേണ്ടില്ല, യൂട്യൂബ് ആയാലും വേണ്ടില്ല, കമ്മ്യൂണിക്കേഷൻ ആയാലും വേണ്ടില്ല, പബ്ലിക് സ്പീക്കിംഗ് ആയാലും വേണ്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സസ് എടുക്കുക. നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ അത് പഠിക്കുക. 10,000 ആയാലും വേണ്ടില്ല, 1000 ആയാലും വേണ്ടില്ല, നിങ്ങൾ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ സ്കിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു സ്കില്ല് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഈ സ്കില്ലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ആർക്കും ഇത് നിങ്ങളുടെ അടുത്ത് എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. അത് എന്ത് സ്കില്ലായാലും നിങ്ങൾക്ക് അതിനകത്ത് എക്സ്പേർട്ട് ആകാനേ പറ്റുള്ളൂ. ഒരിക്കലും അതിലേക്ക് താഴെ പോകാൻ പറ്റില്ല. ഒരു സ്കില്ല് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പല കോഴ്സസ് എടുക്കുക. ഇത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനെ വളരെ അധികം ഹെൽപ്പ് ചെയ്യും. പോയിന്റ് നമ്പർ 5, ലേൺ എ ന്യൂ ലാംഗ്വേജ്. ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്ക് പുതിയ ഡോർസ് ആണ് നമ്മുടെ മുന്നിൽ ഓപ്പൺ ആയിട്ട് വരിക. നമ്മുടെ ബ്രെയിൻ തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പുതിയ ഒരു കൾച്ചറിനെ പറ്റി അല്ലെങ്കിൽ പുതിയൊരു ട്രഡീഷനെ പറ്റി പുതിയ പെർസ്പെക്റ്റീവ്സ് നമുക്ക് കിട്ടുകയാണ്. അതുപോലെ തന്നെ പുതിയ നെറ്റ്വർക്കിങ്ങിനും പുതിയ ഫ്രണ്ട്ഷിപ്സിനും ഈ ലാംഗ്വേജ് പഠിക്കുന്നത് നമുക്ക് ഉപകാരപ്പെടും. ഒരു 3-4 വർഷം കൊണ്ട് ഒരു ലാംഗ്വേജിൻ്റെ അറൗണ്ട് 80% ഒക്കെ നമുക്ക് സുഖമായിട്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഞാനും ഇപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ പ്രോസസ്സിലാണ്. എല്ലാ 5 വർഷം കൂടുമ്പോഴും ഓരോ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ ഒരു സോഫ്റ്റ് ഗോളായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പുതിയ ലാംഗ്വേജ് പഠിക്കുന്നത് നല്ല ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. പോയിന്റ് നമ്പർ 6, അണ്ടർസ്റ്റാൻഡ് ടു ബിൽഡ് ഹെൽത്ത്. അതായത് നിങ്ങളുടെ ഹെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളത്. അതായത് നിങ്ങൾ ന്യൂട്രീഷനെ പറ്റി പഠിക്കുക, നിങ്ങളുടെ ഹെൽത്ത് ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി പഠിക്കുക, എക്സ്പേർട്സിനോട് സംസാരിക്കുക. കുറേ അധികം റിസർച്ച് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങളോട് തന്നെ ഓണസ്റ്റ് ആയിട്ടൊരു ചോദ്യം ചോദിക്കുക. കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങളുടെ ഹെൽത്ത് മേലേക്കാണോ പോയത് അതോ താഴേക്കാണോ പോയത്? നിങ്ങളുടെ ഹെൽത്ത് വെൽത്ത് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കൺസെപ്റ്റാണ്. നിങ്ങളുടെ ഹെൽത്ത് പയ്യെ ഡിറ്റീരിയറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഹൈ ടൈം ആയി എന്നാണ് അർത്ഥം. ആദ്യം നിങ്ങളുടെ ടൈം, നിങ്ങളുടെ മണി ഈ ഹെൽത്ത് റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽത്ത് ബിൽഡ് ചെയ്തതിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അതിലേക്ക് എഫേർട്ട് ഇട്ടുകൊണ്ട് നിങ്ങളുടെ ഹെൽത്ത് ബിൽഡ് ചെയ്യുക. നല്ല ക്വാളിറ്റി സ്ലീപ്പിനെ പറ്റി പഠിക്കുക, ന്യൂട്രീഷനെ പറ്റി പഠിക്കുക, അതുപോലെ മസിൽ ബിൽഡിംഗ്, സ്ട്രെങ്ത് ട്രെയിനിങ്, കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ്, ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾ റിസർച്ച് ചെയ്യുക, പഠിക്കുക, എഫേർട്ട് ഇടുകയും ചെയ്യുക. റിമെമ്പർ, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് വളരെയധികം ലോങ് ടേമിലേക്ക് നിങ്ങളെ ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും നിങ്ങളുടെ ഹെൽത്ത്. നിങ്ങളുടെ പ്രൈമറി ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളായിട്ട് ഈ ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് മാറണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഒത്തിരി അധികം ഹെൽത്ത് ടിപ്സ് വീഡിയോസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പോയിന്റ് നമ്പർ 7, ബിൽഡ് എ സെപ്പറേറ്റ് ഇൻകം സോഴ്സ് വിച്ച് ഇസ് നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ യു. അതായത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ഇൻകം സോഴ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തിനെ ബിൽഡ് ചെയ്യുക. 4 Hour Work Week പോലെയുള്ള നല്ല നല്ല പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക. അതിൽ നിന്നും ഇൻസൈറ്റ്സ് ഉൾക്കൊണ്ട് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാത്ത, നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യേണ്ടി വരണ്ടാത്ത, ഒരു ജോബ് അല്ലാത്ത ഒരു ഇൻകം സ്ട്രീമിനെ പറ്റി ജനറേറ്റ് ചെയ്യുന്നതിനെ പറ്റി അല്ലെങ്കിൽ ഒരു സിസ്റ്റം സെറ്റപ്പ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുക. ലെറ്റ് യുവർ മണി വർക്ക് ഫോർ യു എന്ന് പറയുന്ന പ്രിൻസിപ്പിളൊക്കെ ഉൾക്കൊള്ളുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു ഇൻകം സോഴ്സ്, അല്ലെങ്കിൽ വളരെ ചെറിയൊരു ഇൻകം സോഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഒത്തിരി അറ്റൻഷൻ വേണ്ടാത്ത ഒരു ഇൻകം സോഴ്സിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. അത് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ അധികം മെൻ്റൽ ഹെൽത്ത്, നിങ്ങളുടെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ അധികം ഇംപ്രൂവ് ആകാനായിട്ട് ഞങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. പോയിന്റ് നമ്പർ 8, ഒപ്റ്റിമൈസ് യുവർ എൻവയോൺമെൻറ്റ്. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക. ഇതിലൂടെ നമുക്ക് 2 കാര്യങ്ങൾ മെയിനായിട്ട് കിട്ടും. 1, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആവും. 2, നമ്മുടെ എഫിഷ്യൻസി ഇൻക്രീസ് ആവും. നമുക്ക് ഇഷ്ടം പോലെ ടൈം നമുക്ക് കിട്ടുകയും ചെയ്യും. എന്തൊക്കെയാണ് എക്സാമ്പിൾ? ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്വിമ്മിംഗ് ബാഗ് ഉണ്ട്, ഒരു ജിം ബാഗ് ഉണ്ട്. ഈ 2 ബാഗും എപ്പോഴും റെഡി ആയിട്ടിരിക്കും. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഞാൻ ജിമ്മിന് പോകുന്നുണ്ട്, അതുപോലെ തന്നെ സ്വിമ്മിങ്ങിന് പോകുന്നുണ്ട്. ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം ആ ബാഗ് എവിടെയാണ് ഇരിക്കുന്നത്, ആ ബാഗിനുള്ളിൽ എന്തെല്ലാമാണ് ഉള്ളത്, ഇതെല്ലാം കറക്റ്റ് ആണോ, എനിക്ക് ആ ബാഗ് എടുത്തുകൊണ്ട് നേരെ പോയാൽ മതി, വേറെ റെസിസ്റ്റൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ എന്നും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ എൻ്റെ ടാബ്ലറ്റ് റെഡി ആയിരിക്കും, അതുപോലെ തന്നെ എൻ്റെ കിൻഡിൽ റെഡി ആയിരിക്കും, ബുക്സ് റെഡി ആയിരിക്കും വായിക്കാനായിട്ട്. ഈ സെറ്റപ്പുകളെല്ലാം, ഈ കാര്യങ്ങളെല്ലാം ഞാൻ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിരിക്കും. ഈ എൻവയോൺമെൻറ്റ് ഞാൻ ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ആവും. പിറ്റേ ദിവസം എനിക്ക് അധികം ചിന്തിക്കേണ്ട കാര്യമില്ല. എൻ്റെ മടി വരാതിരിക്കാനും ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ലൈഫ് എഫിഷ്യൻ്റ് ആകാനും നിങ്ങൾക്ക് കാംനെസ് ലൈഫിൽ വരാനും, അതുപോലെ തന്നെ ഈ ഓർഗനൈസേഷൻ സ്കില്ല് നിങ്ങൾക്ക് പല തരത്തിലുള്ള പ്രൊഡക്ടിവിറ്റി നിങ്ങളുടെ ഇൻക്രീസ് ആകാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പോയിന്റ് നമ്പർ 9, ടീച്ച് സംതിങ്.
നമുക്കൊരു സബ്ജക്റ്റിൽ ഒരു ടോപ്പിക്കിൽ മാസ്റ്റർ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ മതി. ഒരാളെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ തലയിൽ, നമ്മുടെ ബ്രെയിൻസിൽ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം സ്ട്രക്ചേർഡ് ആയിട്ട് വേണം. അതുപോലെ തന്നെ ആദ്യം നമുക്ക് ആ ടോപ്പിക്സിനെ പറ്റി നല്ല വിവരം ഉണ്ടായിരിക്കുകയും വേണം. എന്നാലേ നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇതിൽ ടെസ്റ്റഡ് ആവും. നമ്മൾക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ, അയാളുടെ ഡൗട്ട്സുകളെല്ലാം നമ്മളെ പുതിയ പെർസ്പെക്റ്റീവോട് കൂടിയിട്ട് ആ സബ്ജക്റ്റിനെ നോക്കിക്കാണാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നമ്മൾക്കും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് പുതിയ ഇൻഫർമേഷൻസ് നമുക്ക് റിസർച്ച് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ പുതിയ പെർസ്പെക്റ്റീവ്സ് നമുക്ക് കിട്ടുമ്പോൾ ആ ഡൗട്ട്സിനെ പറ്റി നമുക്ക് കുറച്ചുകൂടെ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും പുതിയൊരു പെർസ്പെക്റ്റീവ് കിട്ടും. നമ്മുടെ നോളജ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ ഇതുപോലെ മാസ്റ്റർ ആകണമെന്നുണ്ടെങ്കിൽ ഒരാളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു നോക്കൂ. പോയിന്റ് നമ്പർ 10, സെൽ സംതിങ്. അതായത് എന്തെങ്കിലുമൊക്കെ വിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ ഗ്രോത്തിനെ, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനെ ആക്സലറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. റീസെൻ്റ് ആയിട്ട് ഞാൻ ആമസോണിൽ ഒരു സെല്ലിങ്ങിന് വേണ്ടി ഞാൻ ശ്രമിച്ചു. എനിക്ക് ഇതുവരെ ഇല്ലാത്ത പല സ്കിൽസും എനിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന്. ഈവൻ ഫോൺ കോൺവെർസേഷൻസ് ആയാലും വേണ്ടില്ല, ഒരു പ്രൊഡക്റ്റ് റിസർച്ച്, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് റിസർച്ച്, സപ്ലയർ അനാലിസിസ്, അതിനുശേഷം കറക്റ്റ് വെൻഡറിനെ കണ്ടുപിടിക്കുക, പ്രോഫിറ്റ് അനാലിസിസ്, അതിനുശേഷം ഇത് മാനുഫാക്ചറിങ് ഡിഫിക്കൽട്ടീസ്, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്, ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത്, ഫൈനലി ഇത് ഡെലിവറി ചെയ്യുന്നത്. ഈ സ്കിൽസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. അതുപോലെ തന്നെയാണ് പല തരത്തിലുള്ള സെല്ലിങ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ സെല്ല് ചെയ്യുകയാണ്. ഇതിലൂടെ എനിക്ക് കുറേ അധികം സ്കിൽസ് എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് ഈ വീഡിയോ ഡെവലപ്പ് ചെയ്യാനായിട്ട്. എൻ്റെ ഓഡിയോ വിഷ്വൽ സ്കിൽസ്, എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ തന്നെ ഈ ടൂൾസ് ഒക്കെ ഉപയോഗിക്കുന്നതിനായിട്ടുള്ള എൻ്റെ സ്കിൽസ്, സ്ട്രക്ചറായിട്ട് ഈ വീഡിയോനെ തിങ്ക് ചെയ്യുന്നതിനെ പറ്റി, അങ്ങനെ പല സ്കിൽസ് നിങ്ങൾക്ക് ഒരു സംഭവം സെല്ല് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. നിങ്ങളുടെ ഗ്രോത്തിനെ, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് സെൽ സംതിങ് എന്നുള്ളത്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എന്തെങ്കിലും ഒരു സാധനം ഒരാൾക്ക് വിൽക്കാനായിട്ട് എന്തൊക്കെ ചലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ആ സംഭവം നിങ്ങൾ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. പോയിന്റ് നമ്പർ 11, ക്രിയേറ്റീവ് ഐഡിയാസ് ആൻഡ് ഹോബീസ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്രിയേറ്റീവ് ഐഡിയ നിങ്ങളുടെ അടുത്ത് ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹോബി വേണം. നിങ്ങളുടെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് ബ്രെയിനിനെ, ആ ക്രിയേറ്റീവ് മസിലിനെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഹോബി നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനെ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ വളരെ അധികം സഹായിക്കുന്ന ഒരു സംഭവമായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ക്രിയേഷൻ ആയിരിക്കും. ഞാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഇതിനുവേണ്ടി ഞാൻ ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ക്രിയേറ്റീവ് ബ്രെയിൻ ഒത്തിരി അധികം വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ആകാം, ഇന്നത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ആർട്ട് ഫോം ആകാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിലേക്ക് ഒരു ചെറിയൊരു ഹോബി, ഇടയ്ക്ക് ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എപ്പോഴും തിരിച്ചു വരുന്ന, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹോബി നിങ്ങൾക്ക് സെറ്റായില്ല, ഓക്കെ ഫൈൻ, അടുത്ത ഹോബി കണ്ടുപിടിക്കുക. അതിനുശേഷം വേറൊരു ഹോബി കണ്ടുപിടിക്കുക, അതും സെറ്റായില്ലേ. നിങ്ങൾക്ക് എക്സ്പ്ലോർ ആൻഡ് എക്സ്പ്ലോയിറ്റ് എന്നുള്ള കൺസെപ്റ്റ് വരെ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ ക്രിയേറ്റീവ് ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അതുവഴി നിങ്ങൾക്ക് ലൈഫിലെ പല അധികം സ്കിൽസ്, പല ഏരിയയിൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് പയ്യെ ഒരു ചെറിയൊരു കോമ്പൗണ്ടിങ് എഫക്റ്റ് പോലെ കുറേ അധികം നാളുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് ടോപ്പിക്കിലെ അവസാനത്തെ പോയിന്റാണ് പോയിന്റ് നമ്പർ 12, ലേണിംഗ് ടു സേ യെസ് ആൻഡ് നോ അറ്റ് ദ റൈറ്റ് ടൈം. അതായത് നിങ്ങളൊരു ഡിസിഷൻസ് എടുക്കുക, നിങ്ങളൊരു ചോയ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ എത്ര അധികം ആളുകൾ ആ ചോയ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. നിങ്ങളുടെ സൊസൈറ്റി ആകാം, നിങ്ങളുടെ ഫാമിലി ആകാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ എൻവയോൺമെൻറ്റ് മൊത്തത്തിലാകാം. ഈ ഡിസിഷൻസ് എല്ലാം ചില സമയത്ത് നമുക്ക് അൺഫേവറബിൾ ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത ഡിസിഷൻസ് ആയിട്ട് നമുക്ക് തോന്നാം. ചില സമയത്ത് നമ്മൾ നന്നായിട്ട് നോ പറയുകയും വേണം. ഒരു വലിയ സ്റ്റെപ്പാണ് ഈ നോ പറയുന്നത് എന്നുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയേ ഒന്ന് നോ പറയാനായിട്ട്. നിങ്ങളുടെ ലൈഫ് നല്ല കാം ആയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്ക് വേണ്ടാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആർക്കും വേണ്ടി ജീവിക്കാതെ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഇടയ്ക്ക് ഒന്ന് ജീവിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിൽ വളരെ അധികം ഇമ്പ്രൂവ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഒരു ബിഗ് സ്റ്റെപ്പാണ് നിങ്ങൾ ഈ നോ പറയുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് യെസ് പറയാനും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. കുറച്ച് സെൽഫിഷ് ആകുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. നിങ്ങൾക്ക് ഈ 12 പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിൽ ഏതൊക്കെ പോയിന്റ് നിങ്ങൾ 2025 നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും? നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോൻ്റെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നുള്ളത്. ഞാൻ പലയധികം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു 9 to 5 ജോബ് നമ്മൾ എങ്ങനെ വൃത്തിയായിട്ട് ക്വിറ്റ് ചെയ്യാമെന്നുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനെ പറ്റിയുള്ള പ്ലേലിസ്റ്റ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇന്റർനെറ്റ് സേഫായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് പാറ്റേൺസ് എന്താണ്, അത് എന്തുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി അവെയർ ആയിരിക്കുന്നതും ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ശരി, ടേക്ക് കെയർ, കീപ് പുഷിംഗ് ഇൻ ദ ജിം. ദിസ് ഈസ് ടിക്സ് ഓവർ ടോക്സ് സൈനിങ് ഓഫ്.